അപ്പോൾ അടുത്ത ദിവസത്തിലേക്ക് പോയാൽ യെസ് ഫോഴ്സ് വന്നു, വർക്ക് ചോദിച്ചു. ചാപ്റ്റർ വർക്ക് എനർജി പവർ. അതിൽ വക്ടണാണ്. ഇത് വക്ടൺ ബൈ വേരിയബിൾ ഫോഴ്സ് ആണ്. വേരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ എഫ് എസ് കോസ്റ്റ് ഉപയോഗിക്കാൻ പാടില്ല. അപ്പം എന്ത് ചെയ്യും നമ്മൾ? ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. യെസ്, ഇവിടെ എക്സും വൈയും ഫംഗ്ഷൻ ഉണ്ട്, പക്ഷെ സെപ്പറേറ്റ് ചെയ്യാം അല്ലേ നമുക്ക് റേസ്. അപ്പം ഇത് ഉപയോഗിക്കാൻ പോണ സാധനം വളരെ ചെറിയ വർക്ക് നമ്മൾ എന്ത് എഴുതും? ദിസ് ഇസ് എഫ് ഡോട്ട് ഡി ആർ എന്ന് എഴുതാം. അപ്പോൾ എഫ് ഡോട്ട് ഡി ആർ വരുന്ന സമയത്ത് എന്ത് വരും? ഇത് എക്സ് സ്ക്വയർ വൈ ഡി എക്സ് പ്ലസ് വൈ സ്ക്വയർ വൈ ഇത്രയും വരും. ശരിയല്ലേ? നമുക്ക് വൈക്ക് പകരം അവിടെ എക്സ് പ്ലസ് വൈ ഇസിക്കൽ 10 ഇല്ലേ? യെസ്. അപ്പോൾ വൈക്ക് പകരം കൊടുക്കാം 10 മൈനസ് എക്സ് കൊടുക്കാം. അപ്പം അത് എക്സ് സ്ക്വയർ ഇൻറ്റു 10 മൈനസ് എക്സ് ഡി എക്സ് പ്ലസ് വൈ സ്ക്വയർ ഡി വൈ. അപ്പോൾ വേരിയബിളൊക്കെ സിംഗിൾ ഒരേപോലെ തന്നെ കിടക്കും, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ ഈസ് ഇക്വൽ ടു വാട്ട്? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രൽ ഞാൻ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യട്ടെ. 10x സ്ക്വയർ ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ഡി വൈ. എക്സിൻ്റെ ലിമിറ്റ് ഫ്രം 0 to 4 ആണ്, വൈൻ്റെ ലിമിറ്റ് ഫ്രം 0 to 2 ആണ്. യെസ്. അപ്പോൾ ഇത് 10x cube by 3 within the limit 0 to 4 minus x raised to 4 by 4 within the limit 0 to 4 plus y cube by 3 within the limit 0 to 2. അപ്പോൾ എന്ത് വരും? 10 by 3 into 4 cube. 4 cube എത്രയാ? ഇത് 4 cube തന്നെ എഴുതാം. മൈനസ് ഇത് 4 raised to 4 divided by 4 എന്ന് പറഞ്ഞാൽ 4 cube വരും. പ്ലസ് വൈ ക്യൂബ് 2 ക്യൂബ് എത്രയാ? 8 by 3 വരും. യെസ്. ഇതിൽ 4 ക്യൂബിനെ പിടിച്ച് പുറത്തിട്ടാൽ ദിസ് ഇസ് 10 by 3 മൈനസ് 1 പ്ലസ് 8 by 3. 4 ക്യൂബ് 64 ഇൻറ്റു 16 ഇൻറ്റു 4 64. അപ്പോൾ 64 ഇൻറ്റു ഇത് 10 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 7 by 3 പ്ലസ് 8 by 3. അപ്പോൾ 3 കോമൺ ആക്കി ഇട്ടാൽ 4 7 28, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തൂടെ? വേണ്ട. 4 7 28, പിന്നെ ഏതാ? 6 42 4 44 പ്ലസ് 8. അപ്പോൾ ആൻസർ എത്ര വരും? ഇറ്റ് ഈസ് 456 ഡിവൈഡഡ് ബൈ 3. റൗണ്ട് ഓഫ് ടു നിയറസ്റ്റ് ഇൻറ്റിജർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ വേണമെങ്കിൽ കട്ട് ചെയ്യാം. കിടക്കട്ടെ. ഇത് 1, അപ്പോൾ 15ൽ 5, ഇത് 2 1 52. That will be the final answer, right? അപ്പോൾ 152 answer.